തെറ്റിയവന്റെ ധാർമ്മിക ജീവിതം തെറ്റിയിരിക്കും. എന്നാൽ ഈ രാത്രി ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയും, ആമേൻ, സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ അല്പസമയം ആത്മാവിലും സത്യത്തിലും ഈ രാത്രി കരങ്ങളെ തട്ടി വായികൾ തുറന്ന് പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി. ഓ, ചേർന്ന് ഈ രാത്രി കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ. പ്രകൃതി വെച്ച നിയമങ്ങളെ അവൻ തെറ്റിച്ചു. മനസ്സിലാവുന്നുള്ള അഭിഷക്തന്? ഓ, ഹല്ലേലൂയ. കോടതി വിധികൾക്കായി മുറവിളി കൂട്ടി തെരുവിലിറങ്ങുന്ന പുരുഷന്മാർ, കോടതി വിധിക്കായി അനുകൂലമായ, ആമേൻ, ഹല്ലേലൂയ, പുരുഷന് പുരുഷനെ വിവാഹം കഴിക്കണം പോലും, സ്ത്രീക്ക് സ്ത്രീയെ വിവാഹം കഴിക്കണം പോലും. എന്താ കാര്യമെന്നറിയാമോ പ്രിയരെ? നിനക്കൊരു ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സത്യദൈവത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഏതൊക്കെയോ കാരാഗ്രഹങ്ങളിൽ ഒതുങ്ങിത്തീരേണ്ട എന്റെയും നിന്റെയും ജീവിതത്തെ, ഓ, ഏതൊക്കെയോ പത്രവാർത്തകളുടെ ബാക്കിയായി തീരേണ്ട എന്റെയും നിന്റെയും കുടുംബത്തെ, ഈ രാത്രി യേശു നിന്നെ വിളിക്കുന്നു. ഈ രാത്രി യേശു നിന്നെ വിളിക്കുന്നു. ഈ രാത്രി നീ അക്ഷയമായതിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി ക്ഷയമായതിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, അക്ഷയനായ ഒരുവനെ ഈ രാത്രി ഞങ്ങൾ ദേശത്ത് പരിചയപ്പെടുത്തട്ടെ. ഹേ മരണമേ, നിന്റെ ക്ഷയം എവിടെ എന്ന് ചോദിച്ച് മരണത്തെ ജയിച്ചവരെ, ഭയങ്കര ദൈവസാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ ദേശത്ത് വ്യാപരിക്കുന്ന മ്ലേച്ഛതകളുടെ മേൽ ഈ രാത്രി ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം അധികാരം കൊടുക്കുക. ഈ ദേശത്ത് വ്യാപരിക്കുന്ന മുഴുവൻ ദുർശീലങ്ങളുടെ മേൽ ഈ രാത്രി ദൈവം അവർക്ക് മറുപടി കൊടുക്കുകയാണ്. ഇന്ന് രാത്രി മദ്യപാനിയായിരിക്കുന്ന നിനക്ക്, വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ട നിനക്ക്, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി നിനക്ക് കൗൺസിലിങ്ങും ഇഞ്ചക്ഷൻ കുത്തിവെച്ചാൽ നിനക്ക് ഗുണമുണ്ടാകത്തില്ല. നിനക്ക് നല്ലൊരു മരുന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. നിക്ഷയമുള്ളതിനെ വിടുക, അക്ഷയനായവനെ ആരാധിക്കുക. മിണ്ടുന്നില്ല. ചേർന്ന് ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാമോ? തകർന്ന കുടുംബമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നന്നാകാത്ത കുഞ്ഞുങ്ങളുള്ള ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, നന്നാകാത്ത ഭർത്താവുള്ള, നന്നാകാത്ത ഭാര്യയുള്ള ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കൊണ്ടുപോയി മരുന്ന് കുത്തിവെച്ചാൽ അവൻ നന്നാകത്തില്ല. ഇന്ന് രാത്രി അവനൊരു മരുന്നുണ്ട്. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മാനവജാതിയുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു ക്രിസ്തു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രി വചനം പിടികിട്ടി? ഹല്ലേലൂയ. ആരാധനയിൽ തെറ്റി, ധാർമ്മിക ജീവിതത്തിൽ തെറ്റി. Praise the Lord. ഇനി പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ കുടുംബം ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന കുടുംബമാണോ? ഓ, നിന്റെ കുടുംബത്തിനകത്ത് അനർത്ഥങ്ങൾ കയറത്തില്ല. നിന്റെ വീടിനകത്ത് ശാപങ്ങൾ കയറത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് മ്ലേച്ഛതകൾ ഇടിച്ച് കയറത്തില്ല. ഓ, ക്ഷയമുള്ളതിനോട് അവർ ചേർത്ത് നിർത്തി. കണ്ടിട്ടും കണ്ണുണ്ടായിട്ടും കാണാത്തതിന്റെ പുറകിൽ, കാതുണ്ടായിട്ടും കേൾക്കാത്തതിന്റെ പുറകിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, കണ്ടാൽ പ്രാകൃതമായ വിരൂപങ്ങളായ വികൃതങ്ങളായതിന്റെ പുറകിൽ, മനുഷ്യന്റെ പുറകിൽ മനുഷ്യൻ ഓടി നടക്കുമ്പോൾ, എന്തിനേറെ മനുഷ്യ ദൈവങ്ങളുടെ പുറകിൽ മനുഷ്യൻ ഓടി നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി സത്യദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് ഈ രാത്രി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ് ദൈവമില്ല എന്ന്
ആമേൻ സ്വയം പറയുകയും പ്രകൃതിയിൽ നിന്നും ദൈവത്തെ മനസ്സിലാക്കാൻ ആമേൻ ഭാഗ്യമുണ്ടായിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒന്നാമത്തെ ഗ്രൂപ്പ് ജാതികളുടെ ഗ്രൂപ്പ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഗ്രൂപ്പിനെ പൗലോസ് നിരത്തുകയാണ്. അത് ഇവരെ പോലെയല്ല, പ്രമാണങ്ങളുള്ള, മിണ്ടുന്നില്ല, ഹല്ലേലൂയ, കൽപ്പനകളുള്ള, സ്തോത്രം പോയി, ആമേ, പെട്ടകമുള്ള, ആരാധനയുള്ള മറ്റൊരു ഗ്രൂപ്പ്. ആമേ, ഹല്ലേലൂയ. അവരുടെ പേര് യഹൂദൻ. പെന്തക്കോസ്തുകാരനല്ല, യഹൂദൻ എന്ന അവന്റെ പേര്. ഹല്ലേലൂയ. പിണങ്ങരുത്. ആമേ, അതിനകത്ത് നമ്മൾ ആരും ഉൾപ്പെടത്തില്ല. അത് ഇസ്രായേലാണ്, യഹൂദനാണ്. ആമേ, യഹൂദന്റെ പ്രത്യേകത ആരാധന അവർക്കുണ്ട്. അവർക്കൊരു ദൈവമുണ്ട്, മിണ്ടുന്നില്ല. അവർക്കൊരു ദൈവമുണ്ട്. ഞാൻ ആകുന്നവൻ ഞാൻ എന്ന് പറഞ്ഞ് മുൾപ്പടർപ്പിൽ ഇറങ്ങി ഒരു ദൈവം അവർക്കുണ്ട്, മിണ്ടുന്നില്ല. അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്, മിണ്ടുന്നില്ല. ജാതികളുടെ കൂട്ടത്തിൽ അവർക്ക് മിക്സ് ആകാൻ പറ്റുന്നില്ല, മിണ്ടുന്നില്ല. അവർക്കൊരു പ്രമാണമുണ്ട്, മിണ്ടുന്നില്ല. ഓടി പറയാൻ ഇവൻ യഹൂദന്റെ പ്രതിനിധിയാ, ഞങ്ങളുടെ സഹോദരൻ. ഹല്ലേലൂയ. അവനൊരു നല്ല സൂപ്പർ അല്ലേ നിന്നെ കാണാൻ. ഹല്ലേലൂയ. ഒരു പ്രമാണം അവന്റെ കൈ കൊടുത്തിരിക്കുക. പിടിച്ചോ, നിന്റെ കയ്യിലൊരു പ്രമാണമുണ്ട്. ആമേൻ. മോഷ്ടിക്കരുത്. അവൻ മറ്റവന് മോഷ്ടിക്കാം, പക്ഷെ നീ മോഷ്ടിക്കാൻ പാടില്ല. മറ്റവന് കൊല ചെയ്യാം, പക്ഷെ നിനക്ക് കൊല ചെയ്യാൻ പാടില്ല. നിന്റെ കയ്യിലൊരു പ്രമാണമുണ്ട്. മറ്റവന് വ്യഭിചാരം ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ നിനക്കത് പറ്റത്തില്ല. നിനക്കൊരു പ്രമാണമുണ്ട്. ബൈബിളിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, 10 കൽപ്പന. എൻ്റെ കൂടെ നിങ്ങൾ ചേർന്ന് വരണം. ആമേ. പക്ഷെ യഹൂദന്റെ പ്രശ്നം, ഒരുവന് പ്രമാണം ഇല്ലാത്തത് കൊണ്ട് തകർന്നു പോയി. ഇവന്റെ പ്രശ്നം, ഇവന്റെ കയ്യിൽ പ്രമാണമുണ്ട്, പക്ഷെ അനുസരിക്കാൻ പറ്റുന്നില്ല, മിണ്ടുന്നില്ല. ഓ, മിണ്ടുന്നില്ല. അവന്റെ കയ്യിലെല്ലാം ഉണ്ട്, പക്ഷെ അനുസരിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാകാൻ പറ്റുന്നില്ല. ഓ, പ്രൈസ് ദി ലോർഡ്. പ്രവർത്തിച്ച് ഇവൻ കിടന്ന് കഷ്ടപ്പെടുക. ആമേൻ. ഒരു പ്രാവശ്യം തെറ്റിപ്പോകുമ്പോൾ ആ തെറ്റിന് വേണ്ടി 5 നേർച്ച, മിണ്ടുന്നില്ല. ഒരു പ്രാവശ്യം തോറ്റു പോകുമ്പോൾ ആ തോൽവി മാറ്റാൻ വേണ്ടി 10 പുണ്യസ്ഥലങ്ങൾ. മിണ്ടുന്നില്ല. ഓ, ഇവൻ പ്രവർത്തിച്ച് ഇവൻ നോക്കുക, പക്ഷെ നടക്കുന്നില്ല. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആമേ, മിണ്ടുന്നില്ല. എന്ത് പറ്റി എല്ലാവർക്കും? ഞങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. നീ പിടിച്ചു വെച്ചാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പിടിക്കാതിരുന്നാൽ നിനക്ക് പ്രാർത്ഥിക്കാം. മിണ്ടുന്നില്ല. ആമേ, ആമേ. ഞാൻ ഒരു വിശുദ്ധനാകാൻ ഇങ്ങനെ നീ പിടിച്ചാൽ നിനക്ക് വിശുദ്ധനാകാൻ ഒക്കത്തില്ല. നീ പിടിക്കാതൊക്കെ നിന്നാൽ നിനക്ക് വിശുദ്ധനാകാൻ പറ്റും. മിണ്ടുന്നില്ല. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? നിന്നെ കൊണ്ട് ഒക്കത്തില്ല. ഹല്ലേലൂയ. ഇത് തന്നെയല്ലേ യേശു പഠിപ്പിച്ചത്? ഇത് പൗലോസൊന്നും പഠിപ്പിച്ചതല്ല, യേശു പഠിപ്പിച്ചതാ. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ സ്വയമായി നിനക്ക് ബലം കഴിക്കാൻ പറ്റത്തേ. ഓ, സ്തോത്രം. അമ്മേ, ആരൊക്കെയോ സ്വയമായി ഫലം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു തലമുറ ക്രിസ്തുവിൽ വേരൂന്നി അവനിൽ നിന്നും ആത്മീക വർധന പ്രാപിച്ചു. കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ. ഒരു തലമുറ പ്രവർത്തിക്കുക. ആരുടെയോ സങ്കടം, ആരോടുള്ള വാശിക്ക് അപ്പൊ 40 ഇരിക്കുന്നേ, മിണ്ടുന്നില്ല. ഒരു വാശിക്കൊക്കെ 21 ഇരിക്കുന്നേ. എന്തിനാ? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന കുറ്റബോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ 21 മിണ്ടുന്നില്ല. കഴിഞ്ഞ വർഷം എന്തൊക്കെയോ വലിയ കുരുത്തക്കേട് കാണിച്ച് ആ കുരുത്തക്കേട് രക്ഷപ്പെടാൻ ഒരു കൺവെൻഷൻ. പ്രവൃത്തി. ഒരു തലമുറ തോന്നിയതുപോലെ ജീവിക്കുന്നു. ജയ്സൺ കഴിഞ്ഞ് വാടാ, ഞാൻ പറയട്ടെ, ഇതൊക്കെ എങ്ങനെയെങ്കിലും ഇവരുടെ തലയിൽ സാധനം കയറണം. ഹല്ലേലൂയ. അവൻ ഒറ്റയ്ക്ക് നിൽക്കാനൊരു മടിയില്ല. അന്നേരം ഈ പുള്ളി ജാതിയുടെ പ്രതിനിധിയാ. ഇവന് ദൈവവും ഇല്ല, ഇവനൊന്നുമില്ല. പക്ഷെ നീ മേലോട്ട് നോക്കിയാൽ നിനക്ക് കണ്ടേ, സൂര്യനെ കണ്ടില്ലേ? ആ സൂര്യന്റെ പുറകിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. ആമേൻ.
സൂര്യൻ 365 ദിവസം കൊണ്ട് അതിൻ്റെ കറങ്ങൊക്കെ 400 ആകാൻ ഒക്കത്തില്ല. 400 ആയാൽ നീ കാണത്തില്ല, മിണ്ടുന്നില്ല. ഒരു ദിവസം 24 മണിക്കൂറേ കാണാൻ പാടുള്ളൂ. അത് 28 ആയി കഴിഞ്ഞാൽ പിന്നെ നീ കാണത്തില്ല. ഇതെല്ലാം ഒരു സിസ്റ്റത്തിനകത്ത് ദൈവം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. സൂര്യനും ഭൂമിയും നമ്മൾ അകലം അത്ര, അത് 1 കിലോമീറ്റർ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഭൂമി കരിഞ്ഞു പോവും. മിണ്ടുന്നില്ല. അത് നിനക്ക് ശാസ്ത്രത്തിൽ കൂടെ ഒക്കെ കണക്കൂട്ടി നീ മനസ്സിലാക്കട. കണക്കൂട്ടലൊക്കെ നിർത്തിയിട്ട് ഇതിന്റെ പുറകിൽ ചലിക്കുന്ന ഒരു ദൈവത്തെ കാണടാ. മിണ്ടുന്നില്ല, പിടികിട്ടിയില്ല. ഓ സ്വത്രം. ആർക്കായി രാത്രി മനസ്സിലാകുന്നേ? ആർക്കായി രാത്രി പിടികിട്ടുന്നേ? നീ ചുമ്മാ കണക്കൂട്ടിയിരിക്കാതെ ഇതിന്റെ പുറകിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ദാവീദിനെ പോലെ വിളിച്ചു പറ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലെ. ഓ സ്വത്രം, സ്വത്രം, സ്വത്രം. അവനൊന്ന് മഹത്വം കൊടുത്ത പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ഒരു തലമുറ ഒരു പ്രമാണവും ഇല്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്നു. മറ്റൊരു തലമുറ പ്രമാണവും കൈവച്ചിട്ട് കഷ്ടപ്പെടുന്നു, ജീവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? വചനം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതിനേക്കാളും സ്പീഡിൽ പറയാനൊക്കത്തില്ല. പറഞ്ഞ പിന്നെ എല്ലാം പോകും. ഇനി ഇതിനേക്കാൾ ലൈറ്റ് ആക്കാനും ഒക്കത്തില്ല. എത്ര ലൈറ്റ് ആക്കുക അത്ര ലൈറ്റ്. ഒരു പ്രമാണം മദ്യപിക്കരുതെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആരോടാ ചോദിച്ചത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഭാര്യയെ തല്ലെന്ന്. അറിയാതെ അങ്ങ് തല്ലി പോവുക. മിണ്ടുന്നില്ല. ആത്മാവിലൊക്കെ ആരാധിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇവന്റെ പ്രമാണം മനസാക്ഷിയാണ്. ഇവന്റെ പ്രശ്നം മനസാക്ഷിയേക്കാൾ ഉപരി ഇവന്റെ കയ്യിലൊരു സൂത്രം ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് അവനങ്ങ് ശ്രമിക്കുക. ആമേ. ഞായറാഴ്ച രാവിലെ എന്തൊക്കെ പരിപാടിയെ കാണിക്കുന്ന അറിയോ? വെള്ള വാച്ച്, വെള്ള കണ്ണാടി, വെള്ള ഉടുപ്പ്, വെള്ള ഷൂ, വെള്ള ബെൽറ്റ്, മൊത്തത്തിൽ വെള്ള ഇട്ടാലും എടാ നിന്റെ ആകം നന്നാകാതെ സ്വത്രം. കഴിഞ്ഞ ദിവസം കുമ്പനാട് കൺവെൻഷൻ ഞാൻ പോയിട്ടൊരു ബൈബിൾ വാങ്ങിക്കാൻ ചെന്നപ്പം ഞാൻ ചോദിച്ചു, ഈ കറുത്ത ബൈബിളെ ഉള്ളൂന്ന്. അപ്പോൾ ഈ ബൈബിൾ സൊസൈറ്റി ഇപ്പോൾ ഒരു പുതിയ തീരുമാനത്തിൽ ഒരു വെള്ള കവറുള്ള ബൈബിൾ ഇറക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. മൊത്തത്തിൽ അങ്ങ് വെള്ളയെക്കൊണ്ട് എന്തിനാ ഈ കറുപ്പ് ഈ വെള്ളം അടയ്ക്കുന്നു? സ്വത്രം. എൻ്റെ സുഹൃത്തെ, ഇന്ന് രാത്രി നീ പുറമേ കാണിക്കുന്നതൊന്നുമല്ല നിന്നെ യഹൂദൻ എന്ന് പറയുന്നത്. നിന്നെ ഒരു യഹൂദൻ എന്ന് പറയുന്നത് നീ ഇട്ട വെള്ള ഉടുപ്പല്ല, നീ തലേ കെട്ടിയിരിക്കുന്ന സ്കാർഫല്ല, നീ വടിച്ച മീശയും താടിയുമല്ല, നീ ഊരിയ കമ്മലും മാലയുമല്ല. വചനം ഇങ്ങനെ പറയുന്നു, പുറമെ യഹൂദനായവൻ അല്ല യഹൂദൻ, ആകം കൊണ്ട് യഹൂദനായവൻ. ആരായി രാത്രി ഇവിടെ ഉള്ളേ? സ്വീകരിക്കാമെങ്കിൽ രാത്രി സ്വീകരിച്ചു. ഇന്ന് രാത്രി ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ പരീക്ഷത്ത മണ്ഡലങ്ങളും ഈ രാത്രി പൊളിയണം. ആമേൻ. ഇവിടെ നിന്നുകൊണ്ട് വെള്ള ഉടുപ്പിട്ട ഞാൻ ചുമപ്പുടുപ്പിട്ട നിന്നെ വിധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മിണ്ടുന്നില്ല. എന്നോട് പണങ്ങല്ലേ? മീശ എടുത്ത ഞാൻ കൊച്ചു താടി വെച്ചിരിക്കുന്ന ഇവനെ വിധിക്കുക. ഇങ്ങനാണോ? റോമാലേഖനം 2-ാം അധ്യായം. അല്ലയോ വിധിക്കുന്ന ഏവനുമേ. മിണ്ടുന്നില്ല. സ്വത്രം പോയോ? ഇങ്ങനെയൊക്കെ ചാടണോ? അല്ലയോ വിധിക്കുന്ന ഏവനുമേ. റോമാലേഖനം 2-ാം അധ്യായം. നീ ന്യായപ്രമാണം കയ്യിൽ വെച്ചിട്ട് മോഷ്ടിക്കരുത് എന്ന് പറയുന്ന നീ ക്ഷേത്രങ്ങളെ കവർച്ച ചെയ്യുന്നു. മിണ്ടുന്നില്ല. വ്യഭിചാരം ചെയ്യരുതെന്ന് നീ പറയുന്നു, പക്ഷെ നീ വ്യഭിചരിക്കുന്നു. മിണ്ടുന്നില്ല.
ഇന്ന് രാത്രി ഒരു അഭിഷേകം ചിലതിന്റെ മേൽ വീഴാൻ പോകുക, ഒരു ദൈവശക്തി ചിലതിന്റെ മേൽ. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു. ഈ അവസാന മണിക്കൂറുകളിൽ ഒരു ദൈവത്തിന്റെ കട്ടിയേറിയ പുതപ്പ് പ്രാപിച്ചോ 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 പ്രാപിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അല്പസമയം കൂടെ കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കരങ്ങളെ തട്ടി. ഇത് ഞങ്ങളുടെ യഹൂദന്റെ പ്രതിനിധിയാ. രണ്ടാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുക. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനായുള്ളവേ, നിനക്ക് പ്രതിവാദം പറയാൻ ഒന്നുമില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെയാ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്നത്. മിണ്ടുന്നില്ല. വിധിക്കുന്ന നീ അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നേ. എന്നോട് പിണങ്ങി ആരൊക്കെയോ അങ്ങ് ഗൗരവത്തിലായി. ഹല്ലേലൂയ.